അപ്പോൾ കിരൺ എത്തിയിട്ടുണ്ട്. നമുക്ക് BS6 എത്ര പവർ ഉണ്ടോ അത്രയും പവർ എത്ര സ്മൂത്തായിട്ട് പുറത്തേക്ക് എടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്നാൽ. അപ്പോൾ നമുക്ക് BS6 മോജോ ഒന്ന് കുറച്ച് ഓടിച്ച് നോക്കാം. ആഹാ, ആ ത്രോട്ടിലൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ലോ ആൻഡ് ടോർക്കിലെ ഡിഫറൻസ്. പിന്നെ സത്യം പറയാലോ, ഇത് നല്ല റിഫൈൻഡാണ്. BS4-നെക്കാളും റിഫൈൻഡാണ് BS6. എനിക്കിപ്പോൾ ഓടിക്കുമ്പം അറിയാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് സിറ്റിയിലൊക്കെ എൻജിൻ അടിക്കാതെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ആ ഒരു ഫീലാണ്. ബാക്കിയെല്ലാം സെയിം. നമ്മുടെ കിരണിൻ്റെ വീട് കൊല്ലങ്കോടാണ്. ആളവിടുന്ന് ഇവിടെ വരെ വന്നതാണ്. ആൾക്കും BS4 ഒന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ വണ്ടികൾ സ്വാപ്പ് ചെയ്തിട്ട് ഓടിച്ചതാണ്. നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ BHP കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിത് അതിനനുസരിച്ച് തന്നെ മഹീന്ദ്ര ECU അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രേക്കിംഗ് ആണെങ്കിൽ എല്ലാം സെയിം തന്നെ. കാരണം ബ്രേക്കിംഗ് സിസ്റ്റത്തിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. അപ്പം ബ്രേക്കിങ്ങും അതെ, പക്ക എല്ലാം നന്നായിട്ടുണ്ട്. കേവലം നമ്മൾ വണ്ടിയുടെ നമ്പേഴ്സ് മാത്രം നോക്കിയതിന് ശേഷം ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ പവർ ഡെലിവറിന്. കാരണം മഹീന്ദ്ര അതിനനുസരിച്ച് ചെറിയ രീതിയിൽ ട്യൂണിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാനുമുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും സൂപ്പറായിട്ടുണ്ട് വണ്ടി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനല്ലേ, നിങ്ങൾ കണ്ടതുപോലെ 3D സ്പീഡ് കയറുമ്പോഴും വണ്ടിക്ക് അത്രയ്ക്കും എന്താ പറയുക, ശരിക്കും ഒരു വ്യത്യാസം അറിയില്ല, ഒരു വൈബ്രേഷനും അറിയുന്നില്ല. നല്ല റിഫൈൻഡാണ് വണ്ടി. BS4-ൽ എന്തൊക്കെ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടായിരുന്നോ അതും BS6-ൽ ക്ലിയറായി കിട്ടി. അങ്ങനെ വേണം പറയാൻ. അത്രയും റിഫൈൻഡായിട്ടാണ് BS6 മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, കുറച്ചുകൂടി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ആണ് BS4-നെക്കാളും. പിന്നീട് വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് BS4-ൽ കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് കൈവിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടുമായിരുന്നു. ആ പൊട്ടൽ BS6-ൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഇപ്പം എൻ്റെ മോജോയിൽ ഞാൻ ഓടിച്ചിട്ട് അത്യാവശ്യം ത്രോട്ടിൽ കൊടുത്തിട്ട് ഒന്ന് വിട്ട് കഴിയുമ്പം അങ്ങനെ പൊട്ടും, ബാക്ക് ഫയറിങ് ഉണ്ടായിരുന്നു. അത് നല്ല രസമാണ് കേൾക്കാൻ. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ എനിക്കും വലിയ ഇഷ്ടമല്ല. അൺബേൺഡ് ആയിട്ടുള്ള ഫ്യൂവൽ വന്നു കഴിയുമ്പം പൊട്ടുന്നതാണ് നമ്മൾ ആ ഒരു കേൾക്കുന്നത്. അത് ഹിമാലയൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം BS6-ൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കമ്പഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കമ്പഷനാണ് നടക്കുന്നത് BS6 എൻജിൻസിൽ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ കൊണ്ടും നമുക്ക് BS6-ൽ BS4-നെക്കാളും മൈലേജ് എന്തായാലും കിട്ടും. അത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാമല്ലോ. BS6-ൽ വണ്ടികൾക്ക് എപ്പോഴും BS4 വണ്ടികളെക്കാട്ടും മൈലേജ് ഉണ്ടാവും. ബാക്കി വേറെ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസും എനിക്ക് തോന്നുന്നില്ല. വണ്ടി ഇപ്പോൾ 5 കിലോ കൂടിയത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടോ, ഈവൻ ഇപ്പോൾ ഈ ഒരു MRF ടയേഴ്സാണ് ബ്ലാക്ക് വേരിയൻറ്റ്, പേൾ ബ്ലാക്ക് വേരിയൻറ്റ് BS6-ൽ മാത്രം MRF ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് എന്താ പറയുക, ഒരു പെർഫോമൻസിൻ്റെ ഇഷ്യൂസൊന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ഇപ്പം ജസ്റ്റ് എനിക്ക് കുറച്ച് നേരം ഹൈവേയിൽ ഓടിക്കാനാണ് കിട്ടിയിരിക്കുന്നത് വണ്ടി. അപ്പോൾ ഇത്രയും ഓടിച്ചിട്ട് നിന്നുള്ള ഫീഡ്ബാക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത്ര ഹൈവേസിലൊന്നും എനിക്ക് ടയേഴ്സ് അത്ര പോരാന്ന് തോന്നിയിട്ടില്ല. എങ്ങനെയുണ്ട്, വ്യത്യാസം ഫീൽ ചെയ്യണ്ടോ? ഫീൽ ചെയ്യണ്ടല്ലേ? നല്ല റിഫൈൻഡാട്ടോ, അതിനേക്കാളും റിഫൈൻഡാണ് വണ്ടി. ഓടിച്ച് നോക്കുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിലൊരു അധികം വലിപ്പിക്കാതെ ഒരു ആക്സലറേഷൻ ടെസ്റ്റ്. ഒരിക്കലും ഒരു റൈഡർക്ക് പവർ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് തോന്നില്ല. അതായത് നമ്മളുടെ കയ്യിലും ഉള്ള പവർ, എത്ര പവർ ഉണ്ടോ അത്രയും പവർ
എത്ര സ്മൂത്തായിട്ട് പുറത്തേക്ക് എടുക്കാം. ആ ഒരു എൻജിനീയറിങ് ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. BS4 നല്ല റിഫൈൻഡ് ആണ്. അതിനേക്കാളും റിഫൈൻഡ് ആക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്, അതാണ് BS6 മോജോ വന്നിട്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു ത്രോട്ടിൽ കൊടുത്ത് കയറി പോകുമ്പം ഞാൻ പറഞ്ഞ കയ്യിലുള്ള പവർ എത്ര സ്മൂത്തായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ അത്രയും സ്മൂത്തായിട്ടാണ് ഈ BS6 പുറത്തേക്ക് വരുന്നത്. അത് നന്നായിട്ടുണ്ട്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും നിങ്ങൾ ടയേർഡ് ആവില്ല ഇങ്ങനെ ലോങ് റൈഡ് പോകുമ്പോൾ. ഇതിൻ്റെ ഓൾറെഡി റൈഡിങ് പോസ്റ്റർ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ അത് കൂടാതെ നമ്മൾക്ക് എന്താണ് ഇത്രയും റിഫൈൻമെൻറ്റ് കിട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ ക്ഷീണിക്കില്ല, ഒട്ടും ടയേർഡ് ആവില്ല. സൗണ്ട് നോക്കുമ്പോഴതെ കുറച്ചുകൂടി നല്ല ക്ലീൻ ആയിട്ടുള്ള സൗണ്ടാണ് എനിക്ക് ഈ ഒരു BS6 ഫീൽ ചെയ്യുന്നത്. ലൗഡ്നെസ് ഒരു ചെറിയ രീതിയിൽ കുറഞ്ഞിട്ട് നല്ല ബേസ് ഉണ്ട് സൗണ്ടിന്, പക്ഷേ ആ ഒരു ലൗഡ്നെസ് കുറവാണ്. ഒപ്പം കുറച്ചുകൂടി ക്ലീനാണ്. ഒരുവിധം ഇറഗുലർ അല്ല, റെഗുലർ പാറ്റേണിലാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. എല്ലാം സെയിം തന്നെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എണീറ്റ് നിന്ന് ഓടിച്ച അതേ ഫീല് തന്നെയാണ് ഇതിലും നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ. അതിലൊന്നും ഒരു മാറ്റമില്ല. BS6 കൊണ്ട് നമുക്കൊരു ചെറിയ ഓഫ് റോഡ് ടെസ്റ്റും കൂടെ ആവാം ഇതിൻ്റെ ഒപ്പം. കഴിഞ്ഞ ആഴ്ച വന്നതിനെക്കാട്ടും പുതിയ പുതിയ കുഴികളുണ്ടോ എന്നൊരു സംശയം. കനാലിൻ്റെ സൈഡായതുകൊണ്ട് മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു പക്ഷേ അതിന് ചാൻസ് ഉണ്ട്. വഴി പണിയൊന്നും. ഇതിന് ആ ഒരു ലോ ആൻഡ് ടോർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി സുഖമുണ്ട്. ഗിയർ ഡൗൺ ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴൊക്കെ നല്ല റെസ്പോൺസാണ്. നമുക്ക് ആ ഒരു ചെറിയ ഡിലേ പോലും വരുന്നില്ല പവറിന്. നമുക്ക് ആ ഒരു അത്രയും എന്താ പറയുക നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്ക് ആ ഒരു പവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിരണിനോട് ഞാൻ ചോദിച്ചപ്പോൾ ആൾക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BS4 കുറച്ചുകൂടി സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്നാണ്. എനിക്കൊരിക്കലും ആ ഒരു നോക്കിങ് വരുന്നില്ല. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു സ്പീഡിൽ പോയിട്ട് എന്താ പറയുക ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് പിന്നീട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു നോക്കിങ് എൻ്റെ BS4 ചെറിയ രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ഇതങ്ങനെ ഒരു ഹെവി ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം മോശമല്ലാത്തൊരു ഓഫ് റോഡ്. ഓൾറെഡി ഞാൻ BS4 മോജോ ഓടിച്ച് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് കൂടാതെ എനിക്കിപ്പോൾ എന്താ പറയാനുള്ളതെന്നും അറിയില്ല. ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം. രാവിലെ നമ്മൾ മോജോൻ്റെ BS6 വേരിയൻ്റ് ഓടിച്ച് നോക്കി. കുറച്ച് സമയം ഓടിച്ചെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു സമയം കൊണ്ട് ഒരുവിധ ഐഡിയ കിട്ടി. കാരണം ഞാൻ ഓൾറെഡി ഒരു BS4 മോജോ ഓടിക്കുന്ന ആളായതുകൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ BS6 വരുന്നില്ല. നിങ്ങളെൻ്റെ BS4 മോജോൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന മോജോൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മോജോ BS6 ഇറങ്ങിയപ്പം 4 കളർ വേരിയൻസിലാണ് ഇറക്കിയിരിക്കുന്നത്. പേൾ ബ്ലാക്ക് വേരിയൻറ്റ്, അതിൽ MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് 1,99,000 ആണ്. ആ ഒരു പ്രൈസിൽ നിർത്താൻ വേണ്ടി തന്നെ ആയിരിക്കണം മഹീന്ദ്ര ആ ഒരു ടയറിൻ്റെ കാര്യം പിറലി Angel CT ടയേഴ്സിന് പകരം MRFൻ്റെ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 കളർ വേരിയൻസിനും MRFൻ്റെ പിറലിയുടെ ടയേഴ്സാണ് വരുന്നത്. പക്ഷെ അത് കേരളത്തിനെ സംബന്ധിച്ച് അത് ഓൺ റോഡ് ഇറങ്ങി കഴിയുമ്പോൾ ടാക്സിൻ്റെ ഒക്കെ സ്ലാബ് കാരണം അതിൻ്റെ എന്താ പറയുക ഓൺ റോഡ് പ്രൈസ് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഡിഫറൻസ് വരും. ബ്ലാക്കിന് 2,38,000 ആണ് പ്രൈസ് വരുന്നത് പേൾ ബ്ലാക്കിന്. പിന്നീട് ഗാർണറ്റ് ബ്ലാക്ക് ഉണ്ട്, റെഡ് അഗൈറ്റ്, പിന്നെ ഒരു റെഡും കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള 3 കളർ വേരിയൻസിനും പ്രൈസ് വരുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2,68 വരുന്നത്.
അത് കുറച്ച് അധികമായിട്ട് എനിക്കും തോന്നി. ഒരു സിംഗിൾ സിലിണ്ടർ 300cc വണ്ടിക്ക് അത്രയും വില കൊടുക്കണമെന്ന് ഞാനും ആലോചിക്കും. മഹീന്ദ്ര മോജോ പബ്ലിക് അറിയാതെ പോകാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര അതിന് കാര്യമായിട്ടെന്നല്ല ഒരു അഡ്വർടൈസ്മെൻറ്റും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മഹീന്ദ്ര മോജോ ഒരുപാട് പേര് അറിയാതെ പോകുന്നത്. 2015 മുതലേ മാർക്കറ്റിലുള്ള ഒരു വണ്ടിയാണ് മോജോ. അപ്പോൾ മാർക്കറ്റിംഗ് ഇല്ലാത്തതാണ് അത് അധികം ഹിറ്റാവാത്തതിൻ്റെ ഒരു മെയിൻ കാരണം. പിന്നീട് ഈ പറഞ്ഞതുപോലെ എല്ലാ മഹീന്ദ്ര ടു വീലേഴ്സിൻ്റെ ഷോറൂംസിലും മോജോ സെയിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് പതുക്കെ ഷോറൂംസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള മഹീന്ദ്ര ഷോറൂംസിലും മോജോൻ്റെ സെയിൽസും ബുക്കിങ്സും അതിനൊപ്പം തന്നെ സർവീസും ചിലയിടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അറിയുന്നുണ്ട്. പിന്നീട് ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര മോജോൻ്റെ മൈലേജ് എത്രയുണ്ടെന്നാണ്. മഹീന്ദ്ര മോജോ ഇപ്പോൾ BS4 വന്നപ്പം ഒരുവിധം ട്രാഫിക്കുള്ള സിറ്റിയിൽ കണ്ടിന്യൂസ് ഓടിക്കുകയാണെങ്കിൽ ഒരു 30-32 നമുക്ക് കിട്ടും. ഹൈവേസിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഏകദേശം ഒരു 36 കിട്ടിയിട്ടുണ്ട്. ഒരു 90 km/h കൂടുതൽ പോവാതെ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ കേരളത്തിലുള്ള ഹൈവേ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 36.6 എന്തോ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല മൈലേജാണ് ഒരു 300cc സിംഗിൾ സിലിണ്ടറിനെ സംബന്ധിച്ച്. പിന്നീട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ BS6 ആയി കഴിഞ്ഞപ്പം മഹീന്ദ്ര മോജോൻ്റെ ടോട്ടൽ ബോഡി വെയ്റ്റ് ഏകദേശം ഒരു 5 മുതൽ 6 കിലോ വരെ കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് റൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു BS4 മോജോയിൽ 10 ലിറ്ററും BS6 മോജോയിൽ 16 ലിറ്ററും ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് സെയിം ആണ്. അപ്പോൾ ആ ഒരു 6 ലിറ്റർ ഫ്യൂവലിൻ്റെ വെയിറ്റൊക്കെ തന്നെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് തോന്നുള്ളൂ. നോർമലി നോക്കുമ്പം ആരൊക്കെ ആയിരിക്കും മോജോ മേടിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ സാധ്യത? ഒബ്വിയസ്ലി ഒരു 2 to 2.5 lakh റുപ്പീസിൻ്റെ ഇടയിൽ ബഡ്ജറ്റുള്ളവർ, പിന്നീട് ടൂറിങ് താല്പര്യമുള്ളവർ, അവരൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു വണ്ടിയെ പറ്റിയൊന്ന് ആലോചിച്ച് തുടങ്ങുന്നെങ്കിലും. എന്നാൽ ഒരുപാട് പേര് അത് വേണ്ടാന്ന് വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ഷോറൂംസിൻ്റെ ആണെങ്കിലും സർവീസ് അവൈലബിലിറ്റി ആണെന്നുണ്ടെങ്കിലും മോജോൻ്റെ സർവീസ് വരുന്നത് 6000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലാണ് സർവീസ് വരുന്നത്. കേരളത്തിലാണെങ്കിൽ നമുക്ക് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഈ 3 സ്ഥലത്താണ് നിലവിൽ സർവീസ് അവൈലബിലിറ്റി ഉള്ളത്. BS6 മോജോൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് BS4 ആണ്. ഞാൻ രാവിലെ ഓടിച്ച കിരണ്ട വണ്ടിയാണ് BS6. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം ഓടിച്ചു, ഹൈവേ കൂടെ ഓടിച്ചു, പിന്നെ കുറച്ച് ദൂരം ഒരുവിധം നോർമൽ റോഡ്സിലൂടെ ഓടിച്ചു. അതിനൊപ്പം തന്നെ എൻ്റെ BS4 കൊണ്ട് കഴിഞ്ഞ ആഴ്ച പോയ അതേ സെയിം ലൊക്കേഷനിലാണ് BS6 കൊണ്ട് പോയത്. അപ്പം എനിക്ക് ആ ത്രൂ ഔട്ട് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റി, നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാ ഒരു ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. നമുക്ക് ഓഫ് റോഡ് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല എന്താ പറയുക, ഗിയറൊന്നും ഡൗൺ ചെയ്യേണ്ടി വരില്ല. അതായത് ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് പലപ്പോഴുമായിട്ട് ഷിഫ്റ്റിങ് വരുന്നുണ്ട്. നമുക്കതിന് ഓൾറെഡി ലോ ആൻഡ് ടോർക്ക് ഉള്ളതുകൊണ്ട് എൻജിൻ നോക്കിംഗ് ഒന്നും അങ്ങനെ തീരെ ഇല്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ഉള്ള ഗിയർ തന്നെ അത്യാവശ്യം കൈ കൊടുത്ത് അങ്ങനെ ഓഫ് റോഡ് ത്രൂ ഔട്ട് അങ്ങനെ കവർ ചെയ്ത് കിട്ടി. പിന്നീട് BS4 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കിരണ്ട ഒരു വണ്ടിയിൽ മാത്രം തോന്നുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റ് ഒരു പൊടിക്ക് BS4-നെക്കാട്ടും താഴ്ന്നതാണോ എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയൊരു സംശയമാണ്. മഹീന്ദ്ര സീറ്റിൽ മാറ്റമുണ്ടെന്നൊന്നും എവിടെയും അറിയിച്ചിട്ടൊന്നുമില്ല. അതോ ഇനി ആ ഒരു പെർട്ടിക്കുലർ മോഡലിൻ്റെ സീറ്റിൻ്റെ വളരെ ചെറിയ ഡിഫറൻസ് ആണ് കേട്ടോ. അതും എന്താ പറയുക, ഒരു പക്ഷേ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ചിലവർക്ക്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ തോന്നിയതുകൊണ്ട് പറയുന്നു. ഇത് നല്ല സൂപ്പർ പാലമാണ്, പറളിപ്പാലം. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. കേരളത്തിലെ മോജോ BS6 ബ്ലാക്ക് വേരിയൻറ്റിന് വരുന്ന ഓൺ റോഡ് പ്രൈസ് 2,38,000 ആണ്. അപ്പോൾ കറക്റ്റ് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഷോറൂംസിൽ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കേരളത്തിലുള്ള ഷോറൂംസിൻ്റെ. ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ ടാക്സ് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓൺ റോഡ് പ്രൈസും മാറും. ഇപ്പോൾ കർണാടകയിൽ ബാംഗ്ലൂരിൽ ഞാൻ കേട്ടിരിക്കുന്നത് ഓൺ റോഡ് വരുന്നത് ബ്ലാക്കിന് 2,52,000 2,54,000 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊക്കെ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ വേണം, എന്നാൽ എന്താ വിഗറസ് പവർ വേണമെന്നില്ല.
ഒപ്പം റിഫൈൻമെൻറ്റ് നോക്കുന്നുണ്ട്. ഒരുപാട് ദൂരം ഓടിച്ചാലും ക്ഷീണം തോന്നാത്ത രീതിയിലുള്ള ഒരു കംഫർട്ട് ഉള്ള വണ്ടി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മോജോ നോക്കാം. ഈവൺ ഇതിൻ്റെ ടാങ്ക് റേഞ്ചും 21 ലിറ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഓടിക്കാനാണെങ്കിലും എന്താ പറയുക, ഞാനിപ്പോൾ ഇരിക്കുന്നത് തന്നെ കണ്ടില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരിക്കലും എന്താ പറയുക, ഒട്ടും സ്ട്രെസ്ഡ് ആവുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ വണ്ടിയിൽ തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ലോങ്ങും പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരിക്കലും അങ്ങനെ ക്ഷീണം തോന്നിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം കുറച്ചുകൂടി സാധാരണ ഉള്ള കപ്പാസിറ്റിനെക്കാട്ടും കുറച്ചധികം കൂടി ഓടിക്കാൻ തോന്നും. നല്ല കോൺഫിഡൻസ് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ടാങ്കിൻ്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിലും ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം എണീറ്റ് പെട്ടെന്ന് ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എണീറ്റ് ഓടിക്കാനും പറ്റും. എന്താ പറയുക, അത്യാവശ്യം നല്ല ഷോക്ക് അബ്സോർബിങ്ങും ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഫ്രോഗ് ബ്രേസസ് കാരണം ഒരിക്കലും നമ്മളങ്ങനെ പതറിപ്പോവില്ല ഓഫ് റോഡൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വളരെ നന്നായിട്ട് മഹീന്ദ്ര കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിൽ. എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ മഹീന്ദ്ര എന്തുകൊണ്ടാണ് ഇതിനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാത്തത് എന്ന്. കാരണം ഇത് ഒരു പക്ഷേ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയോ എത്തിപ്പോകേണ്ട വണ്ടിയാണ്. കാരണം ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ഇത്രയും നല്ലൊരു വണ്ടി ഉണ്ടായിട്ട് എനിക്കറിഞ്ഞൂടാ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഈ വണ്ടീനെ പറ്റി പറയുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഓടിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം പറയാൻ പോയി കഴിഞ്ഞാൽ എത്രയെന്ന് വെച്ചാൽ പറയുക, നിങ്ങളത് ഓടിച്ചു നോക്കുന്നത് നിമിഷം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഒരു പക്ഷേ ഇല്ലാതാവും. നിങ്ങൾക്ക് തന്നെ ഒരു നല്ലൊരു ക്ലിയർ ഇമേജ് കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ ഓടിക്കുമ്പോൾ മാത്രമേ, ഇപ്പോൾ ഈ ഒരു വണ്ടിയിലല്ല ഏത് വണ്ടിയാണെങ്കിലും ശരി. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു റിവ്യൂവിൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഞാൻ മോജോ അല്ലാതെയുള്ള ബൈക്കുകളുടെയും കൂടെയും വീഡിയോസ് ഇനി മുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. റിവ്യൂ തന്നെ ആയിട്ടായിരിക്കണം എന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, റിവ്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ വണ്ടി കുറച്ചധികം ഡിസ്റ്റൻസ് ഓടിച്ച് നോക്കണം. പല ടൈപ്പ് ടെറൈനിലൂടെയൊക്കെ ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു റിവ്യൂ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് വാക്ക് അറൗണ്ട് പ്ലസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ, പിന്നെ ടെസ്റ്റ് റൈഡൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനും തരുന്ന രീതിയിലുള്ള ഒരു സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സീരീസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കണ്ടൻസ് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കോവിഡും പിന്നെ അതുപോലെ തന്നെ അല്ലാതെയും എനിക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയം ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.